ബീഹാറിൽ 3 CPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 CPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. ബാഗ്രയിൽ സൂര്യകാന്ത് പസ്വാൻ, തേഖ്രയിൽ രാംരത്തൻ സിംഗ്, ബച്ചുവാഡയിൽ അവധേഷ് കുമാർ റായ് എന്നിവരാണ് പത്രിക നൽകിയത്. മഹാസഖ്യത്തിൽ സീറ്റ് ധാരണ പൂർത്തിയാകുന്നതോടെ കൂടുതൽ സ്ഥാനാർത്ഥികൾ പത്രിക നൽകും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. രാവിലെ പുളിമാത്തുള്ള വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുന്ന പോറ്റിയുടെ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നാണ് സൂചന. ദ്വാരപാലക പാളിയിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണ്ണ കവർച്ചയിലാണ് ചോദ്യം ചെയ്യൽ. പരമാവധി തെളിവുകളും മൊഴികളും ശേഖരിച്ചതിനു ശേഷമാണ് SITയുടെ ചോദ്യം ചെയ്യൽ. 2 കേസുകളിലെയും 1-ാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലീസ് ആസ്ഥാനത്ത് എത്തിക്കും. ഓണത്തിന്റെ ഭാഗമായി റേഷൻ വ്യാപാരികൾക്കുള്ള ഉത്സവവത്തയായി 1000 രൂപ വീതം അനുവദിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി GR അലി അറിയിച്ചു. 13,900 റേഷൻ വ്യാപാരികൾക്ക് ഉത്സവവത്ത് നൽകുന്നതിന് 1.39 കോടി രൂപ അനുവദിക്കുന്നതിന് ധനവകുപ്പിന്റെ അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് ഉത്സവവത്ത അനുവദിച്ചത്. ഉത്സവവത്ത് ലഭിക്കുന്ന വിവിധ തൊഴിൽ വിഭാഗങ്ങൾക്കൊപ്പം വരും വർഷങ്ങളിൽ റേഷൻ വ്യാപാരികളെയും കൂടി ഉൾപ്പെടുത്തുവാൻ ശുപാർശ നൽകിയിട്ടുള്ളതായും മന്ത്രി അറിയിച്ചു. വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ കേരളത്തിൽ മഴ കനക്കും. മധ്യ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമ്പൂരിയിൽ കൂൺ കഴിച്ചതിനെ തുടർന്ന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട ഒരു കുടുംബത്തിലെ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേരുടെ നില ഗുരുതരമാണ്. കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കുടുംബം ചികിത്സയിൽ കഴിയുന്നത്. അമ്പൂരി സെറ്റിൽമെന്റിലെ മോഹൻ കാണി, ഭാര്യ സാവിത്രി അടക്കമുള്ള കുടുംബാംഗങ്ങളാണ് ചികിത്സ തേടിയത്. കഴിഞ്ഞ ദിവസമാണ് ഇവർ വീടിന് സമീപത്തെ പറമ്പിലെ കൂൺ ശേഖരിച്ച് പാചകം ചെയ്ത് കഴിച്ചത്. ഇതിന് പിന്നാലെയാണ് കുടുംബാംഗങ്ങൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടത്. 500 കോടി രൂപയുടെ KIADB ഭൂമി ക്രമക്കേടിൽ BJP കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പങ്കെന്ന് റിപ്പോർട്ട്. സൗത്ത് ഫസ്റ്റ് ന്യൂസ് ആണ് ഇത് സംബന്ധിച്ച വാർത്താ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് രാജീവ് ചന്ദ്രശേഖറിന് ബന്ധമുള്ള BPLന് ഭൂമി അനുവദിച്ചതിൽ വൻതോതിലുള്ള തിരിമറികൾ നടന്നതായും ഇത് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്നും ആവശ്യപ്പെട്ട് അഭിഭാഷകനായ KN ജഗദേഷ് കുമാർ കർണാടക സർക്കാരിന് അപ്പീൽ സമർപ്പിച്ചതോടെയാണ് തട്ടിപ്പ് പുറത്തുവന്നത്. മന്ത്രിസഭ പുനഃസംഘടനയുടെ ഭാഗമായി ഗുജറാത്ത് സർക്കാരിലെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ഒഴികെയുള്ള മന്ത്രിമാരെല്ലാം രാജിവെച്ചു. പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഇതിനു മുന്നോടിയായി ഗവർണർ ആചാര്യ ദേവവ്രതിനെ മുഖ്യമന്ത്രി കാണും. യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചകൾക്കായി പുതിയ മധ്യസ്ഥനെ നിയോഗിച്ചെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. നേരത്തെ ഹർജി നൽകിയ KA പോൾ ആണോ എന്ന കോടതിയുടെ ചോദ്യത്തിന് അല്ലെന്ന് കേന്ദ്രം മറുപടി നൽകുകയും ചെയ്തു. നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ചകൾ നടക്കുന്നതായും നിലവിൽ വധശിക്ഷയ്ക്ക് സ്റ്റേ എന്നും കേന്ദ്രം കോടതിയെ അറിയിച്ചു. കേസ് ജനുവരിയിലേക്ക് മാറ്റി. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദത്തിന് മറുപടിയുമായി ഇന്ത്യയും റഷ്യയും. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനാണ് ഇന്ത്യയുടെ സ്ഥിരമായ മുൻഗണനയെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം റഷ്യൻ എണ്ണ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ടതാണെന്ന് റഷ്യയും പ്രതികരിച്ചു. ഇന്ത്യൻ സർക്കാരിന്റെ നയത്തിനനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ടു പോകുന്നത്. ഇത് ഇന്ത്യൻ ജനതയുടെയും ദേശീയ സമ്പദ് വ്യവസ്ഥയുടെയും താൽപര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്കുള്ള റാഫ അതിർത്തി തുറന്നാലും ക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശങ്ങളായ ഗാസ നഗരത്തിലേക്കും വടക്കൻ മേഖലകളിലേക്കും സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ വലിയ വെല്ലുവിളികൾ നേരിടുമെന്ന് വിദഗ്ധർ. റോഡുകളിൽ ഭൂരിഭാഗവും തകർന്നതോ അവശിഷ്ടങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്നതോ ആണ്. ബാക്കിയുള്ളവ ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലും. 2 വർഷത്തെ യുദ്ധത്തിൽ തകർന്ന ഗാസ മുനമ്പിന്റെ വടക്കുഭാഗത്തുള്ള പ്രധാന പ്രവേശന കവാടമായ സിക്കിം ഇടനാഴി ആഴ്ചകളായി അടച്ചിട്ടിരിക്കുകയാണ്. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.